ഹായ്, എല്ലാവർക്കും മീനു മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ട PSCയിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ്. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങൾ ടാക്കിയോൺ. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങൾ ടാക്കിയോൺ. സൂര്യപ്രകാശത്തിന് 7 ഘടകവർണ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ. സൂര്യപ്രകാശത്തിൽ 7 ഘടകവർണ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് റോമർ. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് റോമർ. രത്നങ്ങളുടെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തര പ്രതിഫലനം. രത്നങ്ങളുടെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തര പ്രതിഫലനം. സൂര്യപ്രകാശത്തിൽ സപ്തവർണ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ സർ ഐസക് ന്യൂട്ടൺ. സൂര്യപ്രകാശത്തിൽ സപ്തവർണ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ സർ ഐസക് ന്യൂട്ടൺ. മഴവില്ലിന് കാരണമായ പ്രതിഭാസം പ്രകീർണനം. മഴവില്ലിന് കാരണമായ പ്രതിഭാസം പ്രകീർണനം. സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ്. 8 മിനിറ്റ് 20 സെക്കൻഡ്. പ്രകാശം 1 സെക്കൻഡ് കൊണ്ട് വായുവിലൂടെ എത്ര ദൂരം സഞ്ചരിക്കുന്നു? പ്രകാശം 1 സെക്കൻഡ് കൊണ്ട് വായുവിലൂടെ എത്ര ദൂരം സഞ്ചരിക്കുന്നു? 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നു. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ശൂന്യത. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ശൂന്യത. പ്രകാശം ഏറ്റവും സാവധാനത്തിൽ സഞ്ചരിക്കുന്നത് വജ്രത്തിൽ കൂടിയാണ്. പ്രകാശം ഏറ്റവും സാവധാനത്തിൽ സഞ്ചരിക്കുന്നത് വജ്രത്തിൽ കൂടിയാണ്. വായുവിലൂടെ പ്രകാശത്തിന്റെ വേഗത എത്ര? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. വയലറ്റ് നിറത്തിലുള്ള പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗത എത്ര? സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. വയലറ്റ് നിറം ശൂന്യതയിൽ കൂടെ സഞ്ചരിക്കുന്ന വേഗത സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. തരംഗദൈർഘ്യം കൂടിയ നിറം ചുവപ്പ്. വെള്ളത്തിൽ പാതി താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു സ്കെയിൽ ഒടിഞ്ഞതായി തോന്നാൻ കാരണമായ പ്രകാശത്തിന്റെ അപവർത്തനം. വെള്ളത്തിൽ പാതി താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു സ്കെയിൽ ഒടിഞ്ഞതായി തോന്നാൻ കാരണം പ്രകാശത്തിന്റെ അപവർത്തനം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തര പ്രതിഫലനം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തര പ്രതിഫലനം. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം വിസരണം. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം വിസരണം. പരുപരുത്തതോ വളഞ്ഞതോ ആയ പ്രതലത്തിൽ പ്രകാശകിരണങ്ങൾ പതിക്കുമ്പോഴുണ്ടാകുന്ന പ്രതിഭാസം വിസരിത പ്രതിഫലനം. വിസരിത പ്രതിഫലനം. വിസരണം ഏറ്റവും കൂടിയ നിറം വയലറ്റ്. വിസരണം ഏറ്റവും കുറഞ്ഞ നിറം ചുവപ്പ്. CV രാമന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത കണ്ടുപിടുത്തം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രകാശം. CV രാമന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത കണ്ടുപിടുത്തം പ്രകാശവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കടലിന്റെ നീല നിറത്തിന് കാരണം ആദ്യമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ JC ബോസ്. കടലിന്റെ നീല നിറത്തിന് കാരണമായ ആദ്യമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് JC ബോസ്. ദേശീയ ശാസ്ത്ര ദിനം കൊണ്ടാടാൻ കാരണമായ കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞൻ CV രാമൻ. ദേശീയ ശാസ്ത്ര ദിനം കൊണ്ടാടാൻ കാരണം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ CV രാമൻ. ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ മാക്സ് പ്ലാങ്ക്. ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക്. സോപ്പ് കുമിളയിൽ കാണപ്പെടുന്ന വർണ്ണശബളമായ ദൃശ്യത്തിന് കാരണമായ പ്രതിഭാസം ഇന്റർഫെറൻസ്. സോപ്പ് കുമിളയിൽ കാണപ്പെടുന്ന വർണ്ണശബളമായ ദൃശ്യത്തിനു കാരണമായ പ്രതിഭാസം. സോപ്പ് കുമിളയിൽ കാണപ്പെടുന്ന വർണ്ണശബളമായ ദൃശ്യത്തിനു കാരണമായ പ്രതിഭാസം ഇന്റർഫെറൻസ്. പ്രാഥമിക വർണ്ണങ്ങൾ 3 എണ്ണം മാത്രമേയുള്ളൂ എന്ന് സിദ്ധാന്തിച്ചത് തോമസ് യങ്. പ്രാഥമിക വർണ്ണങ്ങൾ 3 എണ്ണമേ ഉള്ളൂ എന്ന് പറഞ്ഞത് തോമസ് യങ്. പ്രാഥമിക നിറങ്ങൾ ചുവപ്പ്, പച്ച, നീല. പ്രധാനപ്പെട്ട പ്രാഥമിക നിറങ്ങളാണ് ചുവപ്പ്, പച്ച, നീല. നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ കിട്ടുന്ന വർണ്ണം
വെള്ള. നീലയും മഞ്ഞയും ഒരുമിച്ച് ചേരുമ്പോൾ ലഭിക്കുന്നത് വെള്ള നിറമാണ്. പച്ച, ചുവപ്പ്, നീല എന്നീ നിറങ്ങൾ അതിവ്യാപനം ചെയ്യുന്ന സ്ഥലത്ത് ഡാഷ് നിറം ഉണ്ടാകുന്നു. വെളുപ്പ്. പച്ച, ചുവപ്പ്, നീല എന്നീ നിറങ്ങൾ അതിവ്യാപനം ചെയ്യുന്ന സ്ഥലത്ത് വെളുപ്പ് നിറം ഉണ്ടാകുന്നു. ടെലിവിഷൻ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന നിറങ്ങൾ ചുവപ്പ്, നീല, പച്ച. പ്രാഥമിക വർണ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ടെലിവിഷൻ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്നത് പ്രാഥമിക നിറങ്ങളായിട്ടുള്ള ചുവപ്പ്, നീല, പച്ച. പ്രകാശത്തിൻ്റെ പ്രാഥമിക വർണ്ണങ്ങളായ നീലയും ചുവപ്പും തമ്മിൽ ചേർന്നാലുള്ള വർണ്ണം മജന്ത. പ്രകാശത്തിൻ്റെ പ്രാഥമിക വർണ്ണങ്ങളായ നീലയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്നത് മജന്ത നിറമാണ്. ചുവപ്പ്, പച്ച നിറങ്ങൾ ചേർന്നാൽ കിട്ടുന്ന നിറം മഞ്ഞ. ചുവപ്പും പച്ചയും ചേർന്നാൽ മഞ്ഞ നിറം ലഭിക്കുന്നു. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ അതാര്യ വസ്തുക്കൾ. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് അതാര്യ വസ്തുക്കൾ. ഒരു വസ്തു അതിൽ പതിക്കുന്ന എല്ലാ പ്രകാശകിരണങ്ങളെയും ആഗിരണം ചെയ്താൽ അതിൻ്റെ നിറം കറുപ്പ്. ഒരു വസ്തു അതിൽ പതിക്കുന്ന എല്ലാ പ്രകാശകിരണങ്ങളെയും ആഗിരണം ചെയ്താൽ അതിൻ്റെ നിറം കറുപ്പ്. ഒരു ചുവന്ന പൂവ് പച്ച വെളിച്ചത്തിൽ എന്തു നിറമായി കാണപ്പെടുന്നു? ഒരു ചുവപ്പ് പൂവ് പച്ച നിറത്തിൽ എന്തു നിറമായി കാണപ്പെടുന്നു? കറുപ്പ് നിറമായി കാണപ്പെടുന്നു. പച്ച പ്രകാശത്തിൽ ചുവന്ന പൂവ് ഏതു നിറത്തിൽ കാണപ്പെടുന്നു? കറുപ്പ്. പച്ച പ്രകാശത്തിൽ ചുവന്ന പൂവ് ഏതു നിറത്തിൽ കാണപ്പെടുന്നു? കറുപ്പ്. പ്രാഥമിക വർണ്ണങ്ങൾ പച്ച, നീല, ചുവപ്പ്. ശൂന്യപ്രകാശത്തിൻ്റെ നിറം ഏത്? കറുപ്പ്. ശൂന്യാകാശത്തിൻ്റെ നിറം കറുപ്പ്. പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടുന്നത് ഏതു പ്രകാശത്തിൽ? പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടുന്നത് ഏതു പ്രകാശത്തിലാണ്? ചുവപ്പ് പ്രകാശത്തിൽ. പ്രകാശ സംശ്ലേഷണം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ചുവപ്പ് പ്രകാശത്തിൽ. മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണം പ്രകാശ കിരണത്തിൻ്റെ അപവർത്തനം. മഴവില്ലുണ്ടാകാൻ കാരണം പ്രകാശ കിരണത്തിൻ്റെ അപവർത്തനം മൂലമാണ്. ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ധവളപ്രകാശങ്ങൾ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്നതിനെ പ്രകീർണനം എന്ന് പറയുന്നു. ഒരു സംയുക്ത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ഒരു സംയുക്ത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. പ്രകീർണനം. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം പ്രകീർണനം. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം പ്രകീർണനം. പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം വ്യതിചലിക്കുന്ന നിറം വയലറ്റ്. പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം വ്യതിചലിക്കുന്ന നിറം വയലറ്റ്. മഴവില്ലിൻ്റെ പുറംവക്കിൽ കാണുന്ന നിറം ചുവപ്പ്. മഴവില്ലിൻ്റെ പുറംവക്കിൽ കാണുന്ന നിറം ചുവപ്പ്. മഴക്കാലത്ത് വൈകുന്നേരങ്ങളിൽ മഴവില്ല് കാണുന്നത് ഏത് ദിശയിലാണ്? കിഴക്ക്. മഴവില്ല് മഴക്കാലത്ത് വൈകുന്നേരങ്ങളിൽ കാണപ്പെടുന്നത് ഏത് ദിശയിലാണ്? കിഴക്ക്. മഴവില്ലിൻ്റെ മധ്യത്തിലുള്ള വർണ്ണം പച്ച. മഴവില്ലിൻ്റെ മധ്യത്തിലുള്ള നിറം പച്ച. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം വിസരണനം. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം വിസരണം. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറം വെളുപ്പ്. പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറം വെളുപ്പ്. പ്രകാശവർഷം ഏതിൻ്റെ ഏകകമാണ്? ദൂരം. പ്രകാശവർഷം ദൂരത്തിൻ്റെ ഏകകമാണ്. സൂര്യപ്രകാശം നേരിട്ട് വൈദ്യുതിയായി മാറ്റുന്ന സാങ്കേതിക വിദ്യ ഫോട്ടോവോൾട്ടായിക്. സൂര്യപ്രകാശത്തെ നേരിട്ട് വൈദ്യുതിയാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ ഫോട്ടോവോൾട്ടായിക്. ചുവന്ന വെളിച്ചത്തിൽ
പച്ച നിറത്തിലുള്ള ഇല ഏത് നിറത്തിലായിരിക്കും കാണുന്നത്? കറുപ്പ്. ചുവന്ന വെളിച്ചത്തിൽ പച്ച നിറത്തിലുള്ള ഇല കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. രാത്രികാലങ്ങളിൽ ശത്രുവിൻ്റെ നീക്കങ്ങൾ അറിയാൻ സൈനികർ പ്രത്യേകം കണ്ണടകൾ ഉപയോഗിക്കാറുണ്ട്. ഏത് തരം വികിരണമാണ് ഇതിന് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഇൻഫ്രാറെഡ് വികിരണങ്ങൾ. രാത്രികാലത്ത് ശത്രുക്കളെ അറിയുന്നതിന് വേണ്ടി സൈനികർ ഉപയോഗിക്കുന്ന കണ്ണടകളാണ്. കണ്ണടകളിൽ ഉപയോഗിച്ചിരിക്കുന്ന വിസരണം എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് വികിരണങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രാഥമിക വർണ്ണങ്ങളായ പച്ച, ചുവപ്പ് ചേർന്ന് കിട്ടുന്ന നിറം മഞ്ഞ. പച്ചയും ചുവപ്പും ചേർന്നാൽ മഞ്ഞ ലഭിക്കുന്നു. സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പ്. തരംഗദൈർഘ്യം കൂടുതൽ ചുവപ്പിനാണ്. തരംഗദൈർഘ്യം കുറവ് വയലറ്റിന്. ഒരു ലെൻസിന്റെ പവർ 2D എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലെൻസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ് ആണ് അത്. 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ് ആണ് 2D പവറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലെൻസ്. പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം ഏത്? പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം ഏത്? അപവർത്തനം. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ ആവൃത്തിയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഏത്? ഗാമാരശ്മി. ഏറ്റവും കൂടുതൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉള്ളത് ഗാമ കിരണങ്ങൾക്ക് ആണ്. എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ഫോളോയും ചെയ്യേണ്ടതാണ്. താങ്ക് യു.